നമസ്കാരം. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്നും എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയത് നാടും പാർട്ടിയുമാണെന്ന ബോധം വേണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും വിചാരം വേണം. രണ്ടാം തവണ ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുതലാളിത്ത ഫ്യൂഡൽ ജീർണതകൾ ബാധിക്കാതിരിക്കാൻ നല്ല രാഷ്ട്രീയ ധാരണയോടെയും സംഘടനാബോധത്തോടെയും പ്രവർത്തിക്കാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. PA മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദൻ. പാർട്ടിയുടെയും നാടിന്റെയും ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല. പാർട്ടിക്കായി എത്രയോ സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട്, ഇപ്പോഴും ജീവച്ഛവങ്ങളായി കഴിയുന്നവരുമുണ്ട്. ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും. ശരിയായ ദിശയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുണ്ടാകണം. അതിന് ഭൂതകാലത്തിന്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതികളിലേക്ക് നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉള്ളതുപോരാ, കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമാകുന്നത്. സഹകരണ മേഖലയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേടുകൾ നടക്കില്ലെന്ന് സംസ്ഥാന സഹകരണ യൂണിയനും സംസ്ഥാന സഹകരണ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനവും നടത്തി. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബാങ്കിന്റെ പേര് പരാമർശിച്ചില്ല. സംസ്ഥാനത്ത് സഹകരണ മേഖല വലിയ തോതിൽ കരുത്താർജിച്ചപ്പോൾ ദുഷിച്ച ചില പ്രവണതകളും ഉണ്ടാകുന്നുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണെന്നും സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ തീർത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു. കർക്കശ നടപടികളുമായി വകുപ്പും സർക്കാർ ഏജൻസികളും മുന്നോട്ടു പോയി. കേന്ദ്ര ഏജൻസികൾ വന്ന് എല്ലാ പ്രതികളെയും രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ബാങ്കിന്റെ പേര് പറഞ്ഞായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രസംഗം. ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയ പ്രവണതകളാണ് കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായതെന്ന് അധ്യക്ഷനായിരുന്ന മന്ത്രി VN വാസവൻ പറഞ്ഞു. കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകി. ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. 2021 ആരംഭിച്ച തെറ്റുകൾ ഇപ്പോഴാണ് പിടികൂടാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായും സംഘപരിവാർ ആധിപത്യത്തിലാക്കാനും കേരളത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ചെറുക്കണമെന്നും സഹകരണ കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം താൻ നടത്തുന്നത് പാർട്ടി വിമർശനമല്ല, പാർട്ടി നയങ്ങളെപ്പറ്റി മറ്റാരും പറയാത്തത് തുറന്നു പറയുകയാണെന്ന് CPM നേതാവായ G സുധാകരൻ. ക്രിമിനൽ മനസ്ഥിതിയോടെ പാർട്ടിയിലേക്ക് കടന്നു വരികയും ക്രിമിനൽ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് താൻ വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. നേരത്തെയും പാർട്ടിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയോ പാർട്ടി ലൈനിൽ അല്ലാതെ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്നും അത് അന്നൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. താനിപ്പോൾ ബ്രാഞ്ച് തലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും VS കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാവ് താനാണെന്നും സുധാകരൻ വ്യക്തമാക്കി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ LDF വിജയിക്കുമെന്നും സുധാകരൻ അവകാശപ്പെട്ടു. ഒന്നാം പിണറായി സർക്കാരിനെ പോലെ രണ്ടാം സർക്കാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായിയുമായി നല്ല ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. KK ശൈലജയോട് വിദ്വേഷമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. KK ശൈലജ ആദ്യമായി MLA ആകുന്നത് 2006 ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ശൈലജ മാത്രമല്ലല്ലോ മികച്ച മന്ത്രിയായി ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കണ്ണൂരിൽ ആര് നിന്നാലും ജയിക്കുന്ന സീറ്റിലാണ് ശൈലജ മത്സരിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്നയാൾക്ക് സംഘടനാ പാരമ്പര്യവും നേതൃപരിചയവും ഉൾപ്പെടെയുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. പടിപടിയായി വളർന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ KK ശൈലജയ്ക്ക് യോഗ്യതയില്ലെന്ന് പറയാൻ പറ്റില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ അല്ലേ മുഖ്യമന്ത്രിയായി പരിഗണിക്കാനാകൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങൾ സുധാകരൻ നടത്തിയിരുന്നു. ശൈലജയെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിക്കുന്നതിനെതിരെയും സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ആരാണ് ഈ ടീച്ചറമ്മയെന്നും ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം. പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന ജോസഫ് M പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം.